സോഷ്യൽ സ്ട്രക്ചർ മാറാത്തത് കൊണ്ടാണ് തുല്യതയില്ലാത്തത്. അതുകൊണ്ട് തുല്യതയില്ലാത്തതിനെ ഒരു പ്രശ്നമായി കാണേണ്ടതില്ല എന്നാണ്. അവർക്ക് പീഡനവും അവരനുഭവിച്ചിരുന്ന പ്രിവിലേജുകളുടെ നഷ്ടപ്പെടലും, പ്രിവിലേജ് നഷ്ടപ്പെടുന്നത് നല്ലൊരു പീഡനമായിട്ടാണ് തോന്നുന്നത്. നമുക്കിതുവരെ നമ്മുടെ മുമ്പിൽ വിജയിച്ച മാതൃകകളായി നമുക്ക് സ്ത്രീകളില്ല. പുരുഷന് കുട്ടികളെ പറ്റി ഒട്ടും വ്യാകുലപ്പെടേണ്ടതായിട്ടില്ലാത്ത ഒരവസ്ഥ എന്നത് ആ ഒരു ഘട്ടം മാറി വരികയാണ്. ആദ്യം ഫീമെയിൽ റൈറ്റർ എന്നുള്ളതല്ല, ഒരു വുമൺ ഹൂ റൈറ്റ്സ് അല്ലെങ്കിൽ ഫീമെയിൽ ഹൂ റൈറ്റ്സ് എന്ന് പറഞ്ഞു. ഈ ഫീമെയിൽ റൈറ്റർ എന്നുള്ളത് അതുകൊണ്ട് അതിനോട് എന്താണ് പ്രശ്നം? എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റൈറ്റർ എന്ന് പറയുന്നു, അതാരെയാണ് പറയുന്നത്? അതൊരു ജനറിക് ടേം ആയിട്ട് അല്ല. റൈറ്ററിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എഴുത്തുകാരൻ എന്ന് വരും, മനസ്സിലായില്ലേ? റീഡറിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വായനക്കാരൻ എന്ന് വരും. ലോകത്തുള്ള സകല സംഗതികൾ എങ്ങനെയാണ്? വായനക്കാരൻ്റെ മനോനില, എഴുത്തുകാരൻ്റെ മനോനില, അല്ലേ? അത് നമ്മൾ തിരുത്തണമല്ലോ എവിടെന്നെങ്കിലും. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു സ്ത്രീ എഴുത്തുകാർ അല്ലെങ്കിൽ ഒരു സ്ത്രീയായ റൈറ്ററുടെ എഴുത്തുകാരികൾ പറഞ്ഞാൽ മതിയല്ലോ. അതെ. അപ്പോ ഈ അനുഭവങ്ങൾ ഇപ്പോഴും വ്യത്യസ്തമാണല്ലോ. ഇപ്പൊ ഒരു പുരുഷനായ റൈറ്ററുടെ എക്സ്പീരിയൻസസ് അല്ലല്ലോ. അതെ, പെണ്ണെഴുത്തുകാരി എന്ന് വിളിക്കുകയാണെങ്കിൽ ആണെഴുത്തുകാരൻ. അതെ, അവരുടെ അനുഭവങ്ങൾ ഇപ്പോഴും വ്യത്യസ്തമാണ്. ഇപ്പോൾ എന്താ, ഒരു ആൺ എഴുതാനിരിക്കുമ്പോൾ ഒരിക്കലും അവൻ്റെ കുട്ടിയെ പറ്റി ചിന്തിക്കേണ്ട ഒരു വളരെ റെയർ ആയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുള്ളൂ. പക്ഷെ ഒരു സ്ത്രീ എഴുതുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസിന് ഒന്നുകിൽ മൂടി വെച്ചിട്ടോ ഒക്കെ ആയിരിക്കണം ഒരു സ്ത്രീ എഴുതുന്നത്. അപ്പം ഈ അനുഭവങ്ങൾ എപ്പോഴും വ്യത്യസ്തമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണല്ലോ ഈ രണ്ട് ടെർമിനോളജീസ് വരുന്നത്, രണ്ട് അനുഭവങ്ങളെയല്ലേ കാണിക്കുന്നത്. അതിനെ ഒരു പ്രശ്നമായി കാണേണ്ടതുണ്ടോ? ചിലപ്പോഴൊക്കെ എനിക്കത് തോന്നാറുണ്ട്, പ്രശ്നമായി കാണേണ്ടതുണ്ട്. കാരണം ഇത് പ്രശ്നമായി കാണേണ്ട സമയം അതിക്രമിച്ചു. ഈ പുരുഷന് കുട്ടികളെ പറ്റി ഒട്ടും വ്യാകുലപ്പെടേണ്ടതായിട്ടില്ലാത്ത ഒരവസ്ഥ എന്നത് ആ ഒരു ഘട്ടം മാറി വരികയാണ്. അത് മാറി വന്നാൽ മാത്രമേ സ്ത്രീകൾക്കും തുല്യ പങ്കാളിത്തം എന്നുള്ള ഒരവസ്ഥ കിട്ടുള്ളൂ. ആ തുല്യ പങ്കാളിത്തം കിട്ടണമെങ്കിൽ, തുല്യ പങ്കാളിത്തമുള്ള അവസ്ഥയ്ക്ക് നമ്മളൊരു പേര് കണ്ടുപിടിച്ചേ പറ്റൂ, ഒരു വാക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനെ നമ്മൾ അത്തരം അങ്ങനെ അല്ലാത്ത, അതായത് പരമ്പരാഗതമല്ലാത്ത അൺകൺവെൻഷനലായ ജീവിത സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിച്ചേ പറ്റൂ, അത് ഓർമ്മിപ്പിച്ചേ പറ്റൂ. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ അത് ഓർക്കില്ല. നിങ്ങളും ഞാനും എല്ലാവരും അതൊരു പ്രയോഗത്തിൻ്റെ പരിചയം കൊണ്ട്, അതിപരിചയം ഉള്ള ഒരു സംഗതിയായി നമ്മളതിനെ എഴുതി തള്ളിയെന്ന് വരും. പക്ഷെ ഇതെവിടെയെങ്കിലും ചേഞ്ച് ചെയ്യണ്ടേ? ഇപ്പോൾ എത്രയോ അച്ഛന്മാർ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുന്നുണ്ട്. ചേതൻ ഭഗത്ത് ഉദാഹരണം, അദ്ദേഹം ഒരു വീട്ടച്ഛനായിട്ട് കുട്ടികളെ നോക്കിയിട്ടാണല്ലോ എഴുതുന്നു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കുട്ടികൾ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി വ്യാകുലത ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ അപൂർവമാണ് അങ്ങനത്തെ ഒരു ഉദാഹരണം. പക്ഷേ ഇപ്പോൾ ഈ പുതിയ കാലത്തെ അച്ഛന്മാരും അമ്മമാരും കുടുംബങ്ങളും ഒക്കെ ഒരു മാറ്റം നേരിടുന്ന ഒരു ഘട്ടത്തിലെങ്കിലും നമ്മളിതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. മെൻസ് കമ്മീഷൻ വേണം, മെൻസ് കമ്മീഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കണ്ടേ? അത് പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വർ ഇന്നിപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വറുമായിട്ട് ചെറിയൊരു എനിക്ക് വ്യക്തികളെ എന്നെ ബാധിക്കുന്നതേ ഇല്ല. എനിക്കതൊരു ലാർജർ പൊളിറ്റിക്സിനെ പറ്റി മാത്രമേ എഴുത്തുകാരി എന്ന നിലയിൽ സംസാരിക്കാൻ താല്പര്യമുള്ളൂ. അയ്യോ, അത്യാവശ്യമാണ്. കാരണം മെൻസ് കമ്മീഷൻ എന്തിനാണ് അത്യാവശ്യം എന്നുള്ളതാണ്. പുരുഷന്മാരെ പുതിയ കാലത്തിന് പാകപ്പെട്ട് ആ പുതിയ കാലത്തിനും പുതിയ കുടുംബ ജീവിതത്തിനും സന്തോഷം അനുഭവിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ അവരെ പരുവപ്പെടുത്തി എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഒരു മെൻസ് കമ്മീഷൻ അത്യാവശ്യമാണ്. രാഹുൽ ഈശ്വർ പറയുന്ന മെൻ കമ്മീഷൻ വ്യക്തികളെ മാറ്റി നിർത്തും അല്ല. എന്നാലും പൊതുവെ മെൻ കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ ഒരു റീസൺ പുരുഷന്മാരാണ് ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നതെന്നും അവർക്കൊരു ആശ്രയമാണ് ഈ സോക്കോൾഡ് മെൻസ് കമ്മീഷൻ എന്നുമാണ് അവരുടെ. അവർക്ക് പീഡനവും അവരനുഭവിച്ചിരുന്ന പ്രിവിലേജുകളുടെ നഷ്ടപ്പെടലും, പ്രിവിലേജ് നഷ്ടപ്പെടുന്നത് നല്ലൊരു പീഡനമായിട്ടാണ് തോന്നുന്നത്, മനസ്സിലായോ? അങ്ങനെയുള്ളവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യല്ലാതെ എന്താ മാർഗം?
കുഞ്ഞെ ഇത് പീഡനമല്ല, ഇത് നീ ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന ചില പ്രിവിലേജുകളുണ്ട്. അത് നിന്നെപ്പോലെ തന്നെ അതേ അവകാശം ഉണ്ടായിരുന്ന നിൻ്റെ അത്ര തന്നെ ജനസംഖ്യയിൽ ശക്തിയുള്ള ഒരു വിഭാഗത്തെ അടിമപ്പെടുത്താനായി അതിനു മുമ്പ് ഉള്ള തലമുറയെ ചിട്ടപ്പെടുത്തി വെച്ചിരുന്ന ചില നിയമങ്ങളുടെ അനുഭവമാണ്. അത് നീ വിട്ടുകൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളൊരു നല്ല സമൂഹമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ള പാഠമാണ് ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ അതിന് ഞാൻ അതിൻ്റെ താങ്കളുടെ പെർസ്പെക്റ്റീവ് എന്നുള്ള മറുപടി അറിയാനായിട്ട് ചോദിക്കുക. ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് അല്ല ചോദിക്കുന്നത്. സോഷ്യൽ സ്ട്രക്ചറിലൊരു ചേഞ്ച് വരാത്തിടത്തോളം ഇങ്ങനെ ഒരു ശാഠ്യം പിടിക്കുന്നതിൽ അർത്ഥമുണ്ട്. അതായത് ഞാൻ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു തുല്യത വരാത്തിടത്തോളം, തുല്യത ഇല്ലാത്ത ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്നിടത്തോളം നമ്മൾ ഈ പെണ്ണെഴുത്തുകാർ എന്ന് പറയുന്നത് അതുപോലെ ആണെഴുത്തുകാരൻ വരണമെന്ന് പറയുന്നതിലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും നമ്മളുടെ വിമൻ റൈറ്റർ എന്ന് പറയരുത് എന്ന് ശാഠ്യം പിടിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ട്. കാരണം അതല്ലേ കൂടുതൽ കൺവേ ചെയ്യുക, കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതല്ലേ ഏതാണ് അതായത് ഇപ്പോൾ നമ്മൾ ബാലാമണി അമ്മയുടെ കാലം മുതൽ നമുക്ക് എഴുത്തുകാരികളുണ്ട്. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 10 എഴുത്തുകാരെ എടുത്തു കഴിഞ്ഞാൽ 8 പുരുഷന്മാരും 2 സ്ത്രീകളുമായി. അല്ല, 9 പുരുഷന്മാരും അല്ലെങ്കിൽ 9.9 പുരുഷന്മാരും 0.1 സ്ത്രീകളിലേക്ക്. സ്റ്റിൽ എന്റെ ചോദ്യം എന്താ വെച്ചാൽ ആ സാമൂഹ്യ വ്യവസ്ഥിതിയല്ലേ മാറേണ്ടത്? അത് നിങ്ങളൊക്കെ ഇത്രയൊക്കെ എഴുതുന്നത് തന്നെ അത് മാറ്റിയെടുക്കാനല്ലേ, അതോ അത് പഴയതിലും മോശമായിട്ട് തിരിച്ചു കൊണ്ടുവരാനാണോ? അല്ല, ഞാനത് വെച്ചാൽ താങ്കളുടെ പെർസ്പെക്റ്റീവ് എനിക്ക് അറിയേണ്ടത്. അതാണ് ഇപ്പൊ താങ്കൾ പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ മാറാത്തത് കൊണ്ടാണ് തുല്യത ഇല്ലാത്തത്. അതുകൊണ്ട് തുല്യത ഇല്ലാത്തതിനെ ഒരു പ്രശ്നമായി കാണേണ്ടതില്ല എന്നാണോ? അല്ല, ആദ്യം പറഞ്ഞ ഭാഗം ശരിയാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ അത് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നത്, എത്രത്തോളം കൺവേ ചെയ്യും നമ്മളുടെ. എനിക്കിത് എൻ്റെ അനുഭവത്തിലും എൻ്റെ ബോധ്യത്തിലും അത് വളരെ നന്നായി കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ പെൺകുട്ടികൾ, പുതിയ തലമുറയിലെ ആൺകുട്ടികൾ അതിലെ തന്നെ ഒരു നീതിയില്ലായ്മ, തുല്യതയില്ലായ്മ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, അവരതിനെ വിധിക്കുന്നുണ്ട്. താങ്കളുടെ വർക്ക്സിൽ വിമൻ ക്യാരക്ടേഴ്സ് വളരെ കോംപ്ലക്സ് ആണ്, പവർഫുൾ ആണ്. സോ ഒരു പവർഫുൾ ആണോ? ഓക്കെ, പവർഫുൾ അല്ല, ഒരു പവർ തിരിച്ചെടുക്കാനുള്ള ഒരു ഫൈറ്റ് ബാക്ക് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. അത് അവിടെ എനിക്ക് എന്താക്കണം, അവിടെ പവറല്ല. നമുക്ക് സിമോൺ ദി ബുബെ പറഞ്ഞതുപോലെ പുരുഷൻ്റെ പവർ പിടിച്ചെടുക്കലല്ല ഫെമിനിസത്തിൻ്റെ അർത്ഥം, മറിച്ച് ആ പവർ എന്ന നോഷൻ ഇല്ലാതാക്കുകയാണ്. എൻ്റെ ക്യാരക്ടേഴ്സും അതാ ചെയ്യുന്നത്. പവർ നിങ്ങളിൽ നിന്ന് എടുക്കുക, നിങ്ങളിൽ നിന്ന് വെച്ചാൽ എതിർ നിൽക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ പവർ ഇങ്ങോട്ട് എടുക്കുക എന്നല്ല. ആ പവർ എന്ന നോഷൻ ഇല്ലാതിരുന്നാൽ, പൗരുഷം എന്ന ടോക്സിക്കായിട്ടുള്ള ഒരു സങ്കല്പം ഇല്ലാതിരുന്നാൽ എത്ര മനോഹരമായിരിക്കും ലോകം എന്നുള്ള ഒരു അന്വേഷണമാണ്. ആരുടെയും പവർ നമുക്ക് ആവശ്യമില്ല, പവറേ ആവശ്യമില്ല. അല്ല, മനസ്സിലായി. അപ്പോൾ പക്ഷേ ഈ ഒരു വിമൻ, ഇതുപോലത്തെ ഒരു സ്ത്രീ ഒരു നമ്മുടെ സൊസൈറ്റിക്ക് പറ്റിയ സ്ത്രീയാണ്. പക്ഷെ ക്യാൻ ഓൾ വിമൻ ബി ലൈക്ക് ദാറ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദേ ക്യാൻ. എല്ലാ പുരുഷന്മാർക്കും അതാവാൻ പറ്റും, എല്ലാ സ്ത്രീകൾക്കും അതാവാൻ പറ്റും. അത് അവരുടെ അതാണ് ഞാൻ പറയുന്നത്. ആ എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിതുവരെ നമ്മുടെ മുമ്പിൽ വിജയിച്ച മാതൃകകളായി നമുക്ക് സ്ത്രീകളില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തന്നെ മാധവക്കുട്ടിയെ പറ്റി പറഞ്ഞു അല്ലേ, കമലാ സുരയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പേര് അവിടെ തമസ്കരിക്കപ്പെട്ടു പോയി. എത്രയോ കാലമായി ഇവിടെ എഴുതിക്കൊണ്ടിരുന്ന, എനിക്ക് തന്നെ ഇപ്പോൾ പേര് എൻ്റെ നാവിൽ വരുന്നില്ല, കെ സരസ്വതി അമ്മ 1930കളിൽ നിശബ്ദയാക്കപ്പെട്ട സ്ത്രീയാണ്. അതിനു മുമ്പ് വളരെ ശക്തമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന കടത്തനാട്ട് മാധവിയമ്മ, തോട്ടക്കാട്ട് കാവ്, അങ്ങനെ എത്രയോ പേരുണ്ട്. ആ പേരുകളെല്ലാം മാഞ്ഞുപോയി. അവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതും, ഇത് വളരെ സാഹിത്യമാകട്ടെ, കലയാകട്ടെ, ശാസ്ത്രമാകട്ടെ, ഏത് വൈജ്ഞാനിക രംഗവുമാകട്ടെ, അവിടെ എല്ലാം സ്ത്രീ സാന്നിധ്യം, അവസരം കിട്ടിയ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം അവരുടെ ഏറ്റവും നല്ല മികവ് പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് പഠിപ്പിക്കാതെ പോയി. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി.
നിങ്ങൾ നോക്കുന്നിടത്തെല്ലാം നമ്മൾ എന്താണ് സ്ത്രീകളായ ശാസ്ത്രജ്ഞരെ പറ്റിയും സ്ത്രീകളായ ഗണിതജ്ഞരെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ കുറച്ചിത് മാറും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ എനിക്ക് സ്വാതന്ത്ര്യ സമരമാണോ അതിന് വഴിവെച്ചതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മികവ് നേടിയ, എന്തെങ്കിലുമൊക്കെ നേട്ടം കൈവരിച്ച, ത്യാഗം ചെയ്ത സ്ത്രീകൾ മാത്രമാണ് ആഘോഷിക്കപ്പെടേണ്ടതെന്നും അവർക്ക് മാത്രമാണ് എന്തെങ്കിലും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ യോഗ്യതയുള്ളതെന്നുമുള്ളൊരു തോന്നൽ പതിയെ പതിയെ നമ്മുടെ മനസ്സിലുണ്ടാകാൻ വഴിയുണ്ടായി. ഒരു സ്ത്രീ ഇന്ത്യയിൽ ജനിക്കുന്ന സമയത്ത് തന്നെ അവളിനി ഒന്നും ആയില്ലെങ്കിലും അവൾക്ക് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിലുള്ള ഡിഗ്നിറ്റി അവൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു ബേസിക് പാഠം നമുക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കണ്ടേ? ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പഠിപ്പിക്കണ്ടേ? നമുക്കറിയാം ഇപ്പോൾ ക്യൂർ റൈറ്റ്സിന് വേണ്ടിയിട്ട് എത്ര വേദനിച്ചും എത്ര പ്രയാസപ്പെട്ടുമാണ് ഇപ്പോഴും അവർ സമരം ചെയ്യുന്നു. ഒരു പരിഷ്കൃത സൊസൈറ്റിയിൽ ഇതിങ്ങനെ ഇങ്ങനെയാണോ വേണ്ടത്? ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിൽ നമ്മുടെ മീഡിയ ഉത്തരവാദികളാണ്. അത് മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഞാൻ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും, നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു കോസിന് വേണ്ടിയിട്ട് നിൽക്കാതെ നമ്മുടെ പ്രിവിലേജുകൾ നമ്മൾ ഏറ്റവും അനുഭവിക്കുകയും മറ്റുള്ളത് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കാത്തിടത്തോളം വലിയ കുഴപ്പമില്ലാത്ത അനീതികളായി തുടരുകയും ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നവരാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തന്നെ ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ അപ്പോൾ ഇതൊക്കെ ഉണ്ട്. റിലീജിയനൊരു പങ്കുണ്ട്. റിലീജിയൻ എവിടുന്നാണ് വരുന്നത്? കുടുംബത്തിൽ. മതം എപ്പോഴും അകത്തു നിന്നാണ് ആക്രമിക്കുന്നത്. അത് ഞാൻ കലാച്ചിലെ ഒരു സെൻറ്റൻസാണ്. അതുകൊണ്ടാണ് ഈ കുടുംബമാണ് ഏറ്റവും വലിയ ഫാസിസ്റ്റിക്, ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ എല്ലാത്തരം അടിച്ചമർത്തലുകളും പഠിപ്പിക്കുന്നത് കുടുംബത്തിനുള്ളിൽ നിന്നല്ലേ? ആദ്യം നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് എവിടെ നിന്നല്ലേ? അല്ലേ? ആദ്യത്തെ ശ്രദ്ധിക്കുന്നില്ലല്ലേ? വേറെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അടിച്ചമർത്തലിൻ്റെ ആദ്യ പാഠങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടുന്നത് അവിടെ നിന്നാണ്. എന്തുകൊണ്ടാകണമെന്നില്ല വിശാലാർത്ഥത്തിൽ കേരള സമൂഹത്തിലുള്ള ലോകത്തെമ്പാടും സംഭവിക്കുന്ന വിശാലാർത്ഥത്തിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന് നല്ല മാറ്റം വരുന്നുണ്ട്. മാറ്റം വരുന്നുണ്ട്. പക്ഷെ മാറ്റം വരണമെങ്കിൽ നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. ഏത് ചോദ്യം ചോദിക്കുന്നത്? സോഷ്യൽ സ്ട്രക്ചർ അങ്ങനെയല്ലേ? പിന്നെ നമ്മളിത്